ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. നമ്മുടെ ഗാർഡനിൽ ഇന്ന് ഒരുപാട് വൈറ്റ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കൂടി കാണിക്കാണ്. വൈറ്റ് ലോട്ടസിന് ഒരുപാട് എൻക്വയറിയാണ്, ഒരുപാട് പേര് ചോദിച്ച് വരുന്നുണ്ട് ട്യൂബേഴ്സ് ഉണ്ടോയെന്ന്. പക്ഷേ നമുക്കിപ്പോൾ നിലവിൽ എല്ലാ പ്ലാന്റും ഫ്ലവറിങ് സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്യൂബേഴ്സൊന്നും കിട്ടാനേ ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു വൈറ്റ് വെറൈറ്റി തന്നെയാണ്. ഇതുണ്ടോ, ഒരു ബൗൾ വെറൈറ്റിയാണ്, സ്നോ ബൗൾ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഒരേ സമയം ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന ഒരു വെറൈറ്റിയാണ് സ്നോ ബോൾ. ഇതുണ്ടോ, തുരുതുരാ ബഡ്ഡുകൾ വരും. നമുക്കിത് കോയിൻ ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുള്ളൊരു വെറൈറ്റി ആയിരുന്നു സ്നോ ബോൾ. നല്ല വൈറ്റ് കളർ, കൂർത്ത പെറ്റൽസൊക്കെ ആയിട്ട് ഒരു സൂപ്പർ ബൗൾ വെറൈറ്റിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ബൗൾ ലോട്ടസ് വെറൈറ്റി തന്നെയാണ്. നമ്മുടെ S1 എന്ന വെറൈറ്റിയാണ്. S1ഉം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഇതിപ്പോൾ റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണ്. ധാരാളം പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് S1. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ വാനില കെച്ചപ്പ് എന്ന വെറൈറ്റിയാണ്. വലിയ പൂവാണ്, കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഒരുപാട് ആരാധകരുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു വാനില കെച്ചപ്പ്. എപ്പോഴും ട്യൂബറിന് എൻക്വയറിയാണ്. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. വൈറ്റ് കളറാണെങ്കിലും ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വരുന്നൊരു വെറൈറ്റിയാണ് വാനില കെച്ചപ്പ്. ഇതിപ്പോൾ റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള രണ്ടാമത്തെ ഫ്ലവറാണ്. സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നതിന് ശേഷമാണ് വാനില കെച്ചപ്പിന് ബഡൊക്കെ വരിക. വലിയ പൂക്കളായിരിക്കും, നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല പെറ്റൽ കൗണ്ടോട് കൂടി വരുന്നൊരു വെറൈറ്റിയാണ് വാനില കെച്ചപ്പ്. ഇനിയൊരു ബഡ് കൂടിയുണ്ട്. മഴ കാരണം ഫ്ലവേഴ്സൊന്നും ഇപ്പം നേരെയല്ല നിൽക്കുന്നത്. ഇതിൽ ഈ പെറ്റൽസിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം നിന്നിട്ട് ഉണ്ടല്ലേ, വെള്ളമുണ്ട് ഇതിലൊക്കെ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി അടുത്തതായിട്ട് കാണുന്നതും ഒരു വെളുത്ത സുന്ദരി തന്നെയാണ്, വൈറ്റ് അഗില. വൈറ്റ് അഗിലയ്ക്കും ഒരുപാട് എൻക്വയറിയാണ്. പക്ഷേ നമുക്ക് ട്യൂബേഴ്സൊന്നും കിട്ടാനേ ഇല്ല. ഒരുപാട് നാളായി ഇത് വെച്ചിട്ട്, പക്ഷേ ഇതുവരെയും ഈ പ്ലാന്റ് ട്യൂബർ ഫോം ചെയ്തിട്ടില്ല. വലിയ പൂക്കൾ, ഒരുപാട് ഹൈറ്റിലൊക്കെ വന്നിട്ട് വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് അഗില. ഇത് നമ്മുടെ നിത്യകല്യാണിയുടെ ബഡാണ്. ഇതാ ഇവിടെ ഒരു ബഡ് കരിഞ്ഞു പോയി. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിത്യകല്യാണി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഫ്ലവർ വിരിയുക. വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ചന്ദ്രകാന്തയുടെ ബഡാണ്. ചന്ദ്രകാന്തയും അത്യാവശ്യം ഹൈറ്റിൽ വന്നിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. നല്ല കളറുള്ള അത്യാവശ്യം വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ചന്ദ്രകാന്ത. വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നതിന് ശേഷം വരുന്ന ബഡുകൾ നല്ല വലിപ്പത്തിൽ വരുന്നുണ്ട്. നല്ലതായിട്ട് പൂടുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ ശിവരാത്രി ലോട്ടസിൻ്റെ ബഡാണ്. നല്ല ഉരുണ്ട ബഡാണ്. ഇതാ ഇവിടെയും ഒരു ബഡ് വരുന്നുണ്ട്. നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ശിവരാത്രി. അടുത്തതായിട്ട് കാണിക്കുന്നത് റാണി റെഡാണ്. റാണി റെഡ് ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം നിന്നിട്ട് ഇതാ ഇപ്പോൾ പെറ്റൽസൊക്കെ കൊഴിഞ്ഞു പോവാറായിട്ടുണ്ട്. നല്ല റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് റാണി റെഡ്. തുടക്കക്കാർക്കൊക്കെ വെക്കാവുന്നൊരു വെറൈറ്റിയാണ്, കാരണം അത്രയും നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. നല്ല റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ ഇനിയും ബഡുകൾ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ലക്ഷ്മിയാണ്, ലക്ഷ്മിയുടെ ബഡാണ്. ഇത് നമ്മുടെ മൽഹാർ എന്ന വെറൈറ്റിയുടെ ബഡാണ്. മൽഹാർ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ബഡ് കണ്ടില്ലേ, ബഡ് കണ്ടാൽ തന്നെ നമുക്ക് ആ ഫ്ലവറിൻ്റെ കളർ മനസ്സിലാക്കാം. നല്ല കളറുള്ളൊരു
റെഡിഷ് പിങ്കിൽ വരുന്നൊരു വെറൈറ്റിയാണ്. മൽഹാർ നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്ന വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഇത് നമ്മൾ വേറൊരു പോട്ടിൽ വെച്ചിട്ടുള്ള ശിവരാത്രിയാണ്. ഇതാ ഇവിടെയൊക്കെ കണ്ടോ ബഡ്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ശിവരാത്രി. ഇവിടെ ഒരു ഫ്ലവർ ഇന്ന് വിരിയാറായി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ശിവരാത്രിയുടെ ഫ്ലവർ. ഞാൻ ജസ്റ്റ് ഒന്ന് വിരിയിച്ചു കൊടുത്തിട്ട് ഫ്ലവർ ഇനിയും ഇതിലും നല്ല വലിപ്പം വെക്കും. അടുത്തടുത്ത ബഡുകൾ വരുമ്പോൾ വലിയ വലിയ പൂക്കളാണ്. അതുപോലെ നല്ല കളറും ഉള്ള ഒരു വെറൈറ്റിയാണ് ശിവരാത്രി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഒരുപാട് നാൾ ഇതിൻ്റെ പെറ്റൽസ് കൊഴിയാതെ നിൽക്കും. നമ്മൾ വിരിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരുപാട് ആവശ്യക്കാരുള്ളൊരു വെറൈറ്റിയാണ് ബേബി ക്വീൻ. ബേബി ക്വീൻ്റെ ഒരു ഫ്ലവർ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെച്ചോർഡ് ഫ്ലവറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിപ്പോൾ വീഡിയോയിൽ കറക്റ്റ് ഇത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ തനിയെ വിരിഞ്ഞിട്ടുള്ള ഫ്ലവറാണ്. നമ്മൾ വിരിയിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ഭംഗിയാണ് കാണാൻ. ബേബി ക്വീൻ ഒരുപാട് പേര് ട്യൂബേഴ്സ് അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതാണ് അവസ്ഥ. പ്ലാന്റ് വെച്ചിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതുവരെയും ട്യൂബർ ഫോർമേഷനിലോട്ട് പോയിട്ടില്ല. ഇതുണ്ടോ ഇവിടെയൊക്കെ ബഡുകളാണ്. ബഡുള്ള സമയത്ത് നമുക്കൊരിക്കലും ട്യൂബേഴ്സ് കിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ബേബി ക്വീനാണിത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ദ്രോണയാണ്. ദ്രോണയിൽ ഇനി വേറെ ബഡുകളൊന്നും കാണുന്നില്ല. ഫ്ലവറൊക്കെ കുറച്ചൊരു വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ പൂവാണ്. ഇത് കണ്ടോ എൻ്റെ കൈ വെച്ചാൽ ഇത്രയും വലിപ്പമുണ്ട്. മുമ്പ് വിരിഞ്ഞത് ഇതിലും വലുതായിരുന്നു. നല്ലൊരു വെറൈറ്റിയാണ് ദ്രോണ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് കറക്റ്റ് ഐഡിയ ഏതാണെന്നറിയില്ല. പക്ഷേ നല്ല ബ്ലൂമറാണ്. നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ ഇവിടെയും ബഡുണ്ട്. ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ്. നല്ല പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഐഡിയ എഴുതി വെക്കാത്തതുകൊണ്ട് കറക്റ്റ് ഏതാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ വൈഡൂര്യയിൽ ഇനിയും ഒരു ബഡ് കൂടിയുണ്ട്. വേറെ ബഡുകളൊന്നും കാണുന്നില്ല. ഇവിടെ സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട്. കൂടെ ബഡൊന്നും ഇല്ല. ഒരുപാട് പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വൈഡൂര്യ. അടുത്തതായിട്ട് കാണിക്കുന്നത് ത്രിവേണിയാണ്. ത്രിവേണിയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ടായതാണ്. ഒരുപാട് നല്ല പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ത്രിവേണി. എൻ്റെ ഇവിടെയൊക്കെ ബഡുണ്ട്. ഇത് നമ്മുടെ ചാന്ദിനിയാണ്. ചാന്ദിനിയിലെ ലാസ്റ്റ് ഫ്ലവറാണ്. ഇനി വേറെ ബഡുകളൊന്നും വരുന്നില്ല. ട്യൂബറായോ എന്ന് നോക്കണം. ഈ ഫ്ലവർ കൂടി കഴിഞ്ഞ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ട്യൂബറായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതും ഒരുപാട് പൂക്കൾ കിട്ടുന്നൊരു ബൗൾ വെറൈറ്റിയാണ് ദക്ഷ. ദക്ഷയിൽ ഇനിയും ബഡ് വരുന്നുണ്ട്. ഇതുണ്ടോ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് ദക്ഷ. ബൗൾ വെറൈറ്റിയാണ്. അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇനി അടുത്തതും നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് ആവശ്യക്കാർ വന്നൊരു വെറൈറ്റിയാണ് ശ്വേതാംബർ. ശ്വേതാംബറിൻ്റെ നല്ല മെച്ചോർഡ് ഫ്ലവർ വന്നിട്ടുണ്ട് സീഡ് പോഡോട് കൂടിയിട്ട്. ഇതൊരു ഫ്ലവർ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കണ്ടില്ല ഈ നടുക്കത്തെ ഈ പെറ്റൽസൊക്കെ എന്താ പറയുക, നമുക്കത് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുക. ഇതിലൊക്കെ വെള്ളം നിന്നിട്ട് ഫ്ലവറിന് നല്ല വെയിറ്റ് ഉണ്ട്. ശ്വേതാംബർ സ്റ്റാൻഡിങ് ലീഫ്, ചെറിയ സ്റ്റാൻഡിങ് ലീഫ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ബഡ് വന്ന് തുടങ്ങും. നമ്മുടെ കേരളത്തിൻ്റെ ഹൈബ്രിഡ് അല്ല, പുറത്തു നിന്നുള്ള വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ സെൻറ്ററിലെ പെറ്റൽസൊക്കെ കാണാൻ. ഇതിപ്പോൾ തനിയെ വിരിഞ്ഞിട്ടുള്ള ഫ്ലവറാണ് ശ്വേതാംബർ. കണ്ടോ ഇവിടെ ബഡുണ്ട്. ഈ ഒരു കുഞ്ഞ് ലീഫിൻ്റെ കൂടെ ബഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ വിരിയാനുള്ള ഫ്ലവറാണ്. അപ്പോൾ ഒരുപാട് പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഈ ശ്വേതാംബർ എന്ന വെറൈറ്റി. വൈറ്റ് കളറിൽ നമ്മുടെ വാനില കെച്ചപ്പൊക്കെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഒത്തിരി പേര് നമ്മളോട് ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട്.
എത്രമാത്രം ഇതൊക്കെ ട്യൂബർ ഫോം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം അത്ര നല്ല ബ്ലൂമറാണ്. നമുക്കിന്ന് കഴിഞ്ഞ വൈറ്റുകളിൽ ഒരു സുന്ദരി തന്നെയാണ് ഈ ഒരു ശ്വേതാംബർ എന്ന വെറൈറ്റി. ഇത് നമ്മുടെ EOS എന്ന കുഞ്ഞൻ താമരയാണ്. ഇതാ ഇവിടെയൊക്കെ ബഡ്ഡുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. സീഡ് പോഡോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞൻ താമരയാണ്. ഇത് നമ്മുടെ ഹൃഷിയാണ്. ഹൃഷി ഒരു റണ്ണർ മാറ്റി വെച്ചത് ഫ്ലവർ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു ബഡ് ഉണ്ടായതാണ്. ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് അടുത്ത ബഡ് വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഹൃഷി. ഇത് നമ്മളുടെ ലിൻട്രാക്ക് എന്ന സിംഗിൾ പെറ്റൽ ലോട്ടസ് വെറൈറ്റിയാണ്. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് അടഞ്ഞു പോയിട്ടുള്ളതാണ്. ട്യൂബറൊക്കെ സെയിൽ ചെയ്തതിന് ശേഷം ബാക്കി വന്ന റണ്ണേഴ്സ് താഴ്ത്തി വെച്ച് കൊടുത്തതാണ്. നിറയെ ബഡ്ഡുകൾ വരുന്നുണ്ട്. നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ലിൻട്രാക്ക്. ഈ കാണുന്നത് പിങ്ക് കോറൽ എന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ്. നല്ലതായിട്ട് പൂക്കുന്ന ഒരു റെഡിഷ് പിങ്കിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് കോറൽ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.